രാജസ്ഥാനും ഹൈദരാബാദുമാണ് ഇന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തിരിക്കുകയാണ്. സഞ്ജു സിക്സറും ഫോറുകളുമായി കളം നിറഞ്ഞു കളിച്ചു. ഹൈദരാബാദിനെ കണക്കിന് കിട്ടി. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിന്റെ ബാറ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഹൈദരാബാദാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. മികച്ച തുടക്കമായിരുന്നു അവർക്ക് ലഭിച്ചത്. സ്റ്റാർട്ടിംഗ് തന്നെ ഹൈദരാബാദ് അടിച്ചു കളിച്ചു. ഇഷാൻ കിഷൻ ഇന്ന് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദ് ഇങ്ങനെ കളിക്കുമെന്ന് ആരും കരുതിയില്ല. 20 ഓവറിൽ 286 റൺസാണ് ഹൈദരാബാദ് ഇന്ന് അടിച്ചുകൂട്ടിയത്. പിന്നീട് സെക്കൻഡ് ബാറ്റിങ്ങിന് രാജസ്ഥാൻ ഇറങ്ങി. രാജസ്ഥാനെ മോശം തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. സ്റ്റാർട്ടിംഗ് തന്നെ ജയ്സ്വാൾ ഔട്ടായി മടങ്ങി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ സഞ്ജു ഒരുക്കമല്ലായിരുന്നു. ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് സഞ്ജു ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. ഓപ്പണിംഗിലാണ് സഞ്ജു വന്നത്. സഞ്ജു വന്നതും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. സഞ്ജു ഇപ്പോൾ 50 അടിച്ചിട്ടുണ്ട്. 3 സിക്സും 6 ഫോറും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞു. സഞ്ജുവും ധ്രുവജുറലുമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഹൈദരാബാദിനെ പഞ്ഞിക്കിടുകയാണ്. 10 ഓവറിൽ രാജസ്ഥാൻ 121 റൺസ് ആയിട്ടുണ്ട്. പക്ഷേ കളി ജയിക്കണമെങ്കിൽ 286 റൺസ് ആവശ്യമാണ്. രാജസ്ഥാനെ കൊണ്ട് അത് സാധിക്കുമോ എന്ന് തോന്നുന്നില്ല. അത്രയുമധികം റൺസ് ഹൈദരാബാദിനുണ്ട്. എങ്കിലും രാജസ്ഥാൻ താരങ്ങൾക്ക് മികച്ച കളി ഇന്ന് പുറത്തെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സഞ്ജുവിനെ. പരിക്കിന് ശേഷം സഞ്ജുവിന്റെ ആദ്യത്തെ വെടിക്കെട്ടാണിത്. സഞ്ജുവാണ് രാജസ്ഥാന്റെ രക്ഷകൻ. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് രാജസ്ഥാൻ എന്ന ബൗളിംഗിൽ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. റിയാൻ പരാഗ് പരാജയമായിരുന്നു. രാജസ്ഥാൻ റൺസ് വാരിക്കൊടുക്കുകയായിരുന്നു. നിലവിലെ കളി അനുസരിച്ച് രാജസ്ഥാൻ ഇന്നത്തെ മാച്ച് ജയിക്കാൻ സാധ്യതയില്ല. ഹൈദരാബാദ് തന്നെ ജയിക്കും. എങ്കിലും സഞ്ജുവിന്റെ ഒരു സെഞ്ചുറി ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലത്തെ ബാറ്റിംഗ് ആണ് സഞ്ജു ഇപ്പോൾ പുറത്തെടുക്കുന്നത്. സിക്സറുകളും ഫോറുകളുമായി സഞ്ജു കളം നിറഞ്ഞു കളിക്കുകയാണ്. ധ്രുവജുറൽ നല്ലൊരു സപ്പോർട്ട് സഞ്ജുവിന് കൊടുക്കുന്നുണ്ട്. സഞ്ജുവിന്റെ ബാറ്റിംഗ് കണ്ട് മലയാളി ആരാധകർ ആവേശത്തിലായിരിക്കുകയാണ്. കുറെ കാലത്തിന് ശേഷമാണ് സഞ്ജു ഇതുപോലത്തെ ഒരു കളി പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.